കടുത്തുരുത്തി പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലകൾ പൂർണ്ണമായി വെള്ളത്തിനടിയിലായി. വാഹന ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടതോടെ വെള്ളപ്പൊക്ക ദുരിതത്തിലായ പ്രദേശവാസികൾ വള്ളങ്ങളെയാണ് യാത്രക്കായി ആശ്രയിക്കുന്നത്. പല പ്രദേശങ്ങളും പൂർണ്ണമായി ഒറ്റപ്പെട്ട നിലയിലാണ്. പ്രദേശത്ത് നിലവിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് റോയി ജോർജ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൽ 3 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ഒന്ന് കടുത്തുരുത്തി VHSലും, ഒരെണ്ണം ആയാങ്കുടി LP സ്കൂളിലും, മറ്റൊരെണ്ണം എഴുമാന്തുരുത്ത് UP സ്കൂളിലുമാണ് തുറന്നിട്ടുള്ളത്. ഇപ്പോൾ എഴുമാന്തുരത്തിലേക്കുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഈ വള്ളത്തെ കയറ്റി കൊണ്ടുപോകുന്നത്. നമുക്ക് വാഹന സൗകര്യം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടു. അതുകൊണ്ട് വള്ളം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് തന്നെ. ആളുകൾക്ക് പോയി വരുന്നതിനും അതുപോലെ തന്നെ ഈ സാധനങ്ങൾ എത്തിക്കുന്നതിനും വള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ നടപടികളും എല്ലാ വകുപ്പുകളുടെയും ഒരു സംയുക്ത യോഗം ഇന്നലെ പഞ്ചായത്ത് ഹാളിൽ ചേർന്നിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും നേരിടാൻ നമ്മൾ തയ്യാറാണ്. 3 സ്ഥലത്ത് ക്യാമ്പുകളുണ്ട്. കടുത്തുരുത്തിയിൽ 18 ആളുകൾ അവിടെ ക്യാമ്പിലുണ്ട്. അത് 9 ഫാമിലികളിൽ നിന്നുള്ളവരാണ്. ആയാങ്കുടി LP സ്കൂളിൽ ഇപ്പം 40-ലധികം ആളുകളായി കഴിഞ്ഞു. അത് 15ഓളം ഫാമിലികൾ അതിനകത്തുണ്ട്. ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എഴുമാന്തുരത്തിലെ പുതിയ ക്യാമ്പിൽ 5 ഫാമിലിയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. മിക്കവാറും പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. വീടിനകത്തും വെള്ളം കയറി താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഭക്ഷണം നമ്മൾ പഞ്ചായത്ത് സപ്ലൈകോയിൽ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് പഞ്ചായത്ത് തന്നെ എല്ലാം സപ്ലൈ ചെയ്യുന്നു. അതാത് ക്യാമ്പുകളിലെ ആളുകളെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. അവരുണ്ടാക്കി ഫുഡ് കഴിക്കുകയായിരുന്നു. കൂടുതൽ ആളുകൾ ക്യാമ്പുകളിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ക്രമീകരിച്ചിട്ടുണ്ടെന്നും വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കാവശ്യമായ സേവനങ്ങൾ ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനവും സർക്കാരും സജ്ജമായി രംഗത്തുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.